ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ ആയിട്ടാണ്. ഇത് വെച്ചിട്ട് 6 പാനൽ വരുന്ന ഷോൾ കോളർ കുർത്തിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് കവർ ചെയ്യാൻ പോകുന്നത്. പാനൽ കട്ട് കുർത്തിയും ഷോൾ കോളർ നെക്ക് ഡിസൈനും പിന്നെ 2 സൈഡിലും പോക്കറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാന്നുള്ളതും. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മോഡലിന്റെ റെഫറൻസ് പിക്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വേഗം കട്ടിങ്ങിലേക്ക് പോകാം. ഈ തുണിക്ക് 56 ഇഞ്ച് വീതി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. നോർമലി 44 ഇഞ്ച് വീതി വരുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഒരു 3-3.5 മീറ്ററോളം നമുക്ക് ഇങ്ങനെ ഒരു മോഡൽ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ട് വരും. അത് പോക്കറ്റൊക്കെ ഉള്ളത് കൊണ്ടാണ് 3.5 മീറ്റർ പറഞ്ഞത്. 3 മീറ്റർ ആണെങ്കിൽ പാനൽ കട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം ആവശ്യമായിട്ടുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. തുണി ഞാൻ ഇവിടെ ലെങ്ത് വൈസിൽ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മുടെ ഫുൾ ലെങ്ത്തിന്റെ കൂടെ ഒരു 3 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഫുൾ ലെങ്ത് ഈ ഒരു തുണിയിൽ മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം 4 ഫോൾഡായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഫോൾഡഡ് സൈഡ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോൾഡർ ആണ്. കോളർ നെക്ക് വെച്ച് ചെയ്യുന്നതായതുകൊണ്ട് നോർമലി എടുക്കുന്ന ഷോൾഡറിന്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ നോർമലി 6.5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കലുണ്ടായിരുന്നത്. അപ്പൊ ഇത് കോളർ നെക്ക് ആയതുകൊണ്ട് 7.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ഞാൻ 6 പാനൽ കുർത്തിയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിൽ 3 പാനൽ വരും, ബാക്കിൽ 3 പാനൽ വരും. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ പോകുന്ന ആ ഒരു ഷോൾഡറിന്റെ പകുതി ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 7.5യുടെ പകുതി 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു പാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ച് തയ്യൽ തുമ്പും പിന്നെ ഞാൻ ഫീഡിങ് സിബ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു 1/4 ഇഞ്ചും കൂട്ടിയിട്ട് 3/4 ഇഞ്ച് കൂട്ടി ഞാൻ മാർക്ക് ചെയ്ത് ആദ്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഷോൾഡറിൻ്റെ പകുതിൻ്റെ കൂടെ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ നിങ്ങൾക്ക് എത്രയാണ് തയ്യൽ തുമ്പ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. 4.25 ഇഞ്ചിൽ ഇവിടെ മാർക്കിങ് വന്നു. 4.25 ഇഞ്ച് നമുക്കിതിങ്ങനെ താഴത്തോളം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 4.25 ഇഞ്ച് തന്നെ ഇവിടെ എത്രയാണോ മാർക്ക് ചെയ്തത് അത് തന്നെ താഴത്തേക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് മുകളിൽ നിന്ന് ആദ്യം ഒരു 17 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 17 ഇഞ്ച് വരെ നമുക്ക് നമ്മൾ ഈ മുകളിൽ മാർക്ക് ചെയ്ത ആ ഒരു 4.25 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്തിന്റെ ഫ്ലെയറിന്റെ നേർപകുതി നമുക്ക് എടുക്കാം. ഇവിടെ 22.5 ഇഞ്ചോളം വരുന്നുണ്ട്. ഇതിന്റെ പകുതി നമുക്ക് ഇതുപോലെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പകുതി മാർക്ക് ചെയ്തതിലേക്ക് ഈ 17 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ ചെരിച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാൻ പോവാണ്. വലിയ സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഫസ്റ്റ് കട്ടിങ് വരിക ഇങ്ങനെയാണ്. അപ്പൊ ഇതാദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു പീസ് നമുക്കിങ്ങനെ എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്ക് സ്ട്രെയിറ്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഒരു സ്ട്രെയിറ്റ് വരുന്ന ഭാഗം നമുക്ക് ഇതുപോലെ നേരെ തിരിച്ച് വെച്ച് ഈ ഒരു വീതി വരുന്ന ഭാഗം നമ്മൾ താഴത്തേക്ക് വരുന്ന രീതിക്ക്, വീതി കുറഞ്ഞ ഭാഗം മുകളിലും വരുന്ന രീതിക്ക് വെച്ചു കൊടുക്കാനാണ് പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഈ ഒരു 4 പീസും കറക്റ്റായിട്ട് തന്നെ കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ
ഒരു ലെവലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഫോൾഡ് വരുന്നുണ്ട്, നമുക്കതൊക്കെ ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ ലെവലാക്കി കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു പീസിനോട് ഇത് നമുക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം. ചേർത്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു 4 പീസും ഈ 4 പീസും ഒരേപോലെ കറക്റ്റായിട്ട് ഒരേപോലെ വരുന്ന രീതിക്ക് ഈ ഒരു നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തിലേക്ക് ഒരു 1/2 ഇഞ്ച്, നമ്മളിപ്പോൾ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പിന്നൂത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിതാ താഴത്തോളം നമ്മൾ പിന്നൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് ആണെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പം നമ്മൾ നോർമലായിട്ട് മാർക്ക് ചെയ്യുന്ന കണക്ക് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുക, ആം ഹോൾ മാർക്ക് ചെയ്യുക, ഷേപ്പ് മാർക്ക് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഞാൻ പക്ഷേ കുറച്ചൊരു എളുപ്പപ്പണിക്ക് ഞാൻ ഇപ്പം ഫീഡിങ് സിബ് വെക്കുന്നത് കൊണ്ടും തന്നെ ഞാൻ ആദ്യം ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ഭാഗം നമുക്ക് ഇനി ഇവിടെ വേറൊന്നും കട്ടിങ് ഒന്നും വരാനില്ല. അപ്പം ഇത് ഞാൻ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സിബ് വെക്കുമ്പം ഇവിടെ തുണി കുറഞ്ഞു പോകുന്നില്ല, പേടിയും വേണ്ട. ഓക്കെ, അപ്പം ഞാനത് ജോയിൻ ചെയ്തിട്ട് ഫീഡിങ് സിബും ആഡ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഫീഡിങ് സിബ് വെക്കുന്നതൊക്കെ ഓൾറെഡി വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ നമ്മളിപ്പം ജോയിൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പീസും അതിൻ്റെ നല്ല വശവും ചേർത്തിട്ടാണ് ജോയിൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഇതിപ്പം നിവർത്തി വെക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു 2 പീസാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയുള്ള ഈ ഒരു ഷേപ്പിലുള്ള 2 പീസാണ് കിട്ടുക. ഇതുപോലെ 2 പീസ്. അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ ഈ ഒരു വീതിയുള്ള വശം നമുക്ക് നല്ല വശത്തേക്ക് കിട്ടുന്ന രീതിക്ക് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഭാഗം മാറിപ്പോകാൻ പാടില്ല. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഭാഗം മാറാണ്ട് തന്നെ എന്താ പറയുക, ഇതൊക്കെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ കിട്ടും. കാരണം നമുക്ക് ഈ ഒരു പീസിൽ ആം ഹോളിൻ്റെ കട്ടിങ് വരും. അപ്പം ഞാനിത് അങ്ങനെ എന്താ പറയുക, കട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെയാണ് ഞാൻ കാര്യമായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഫീഡിങ് സിബ് ഒന്നും വെക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോയിൻറ്റ് ഇപ്പം ചെയ്യണമെന്നില്ല. നമുക്ക് ആം ഹോളും ഷോൾഡറും ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ജോയിൻ ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതിപ്പം ജോയിൻ ചെയ്ത് സിബൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ സിബൊക്കെ വെച്ച് പീസൊക്കെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ച പോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോർമലായിട്ട് ചെയ്യുന്നത് പോലെ ആം ഹോളും ഷോൾഡറും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾ കോളർ വരുമ്പോൾ എങ്ങനെയാണ് കട്ടിങ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോളർ ചെയ്യുന്നത് കൊണ്ട് ഷോൾഡർ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഷോൾഡർ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ നമ്മൾ നോർമലി എത്ര എടുക്കലെന്ന് വെച്ചാൽ അത് തന്നെ കൊടുത്താൽ മതി. കോളർ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഷോൾഡർ ഡ്രോപ്പൊക്കെ കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആം ഹോൾ കുഴിച്ച് വെട്ടുന്നതിനും ഒരു മാറ്റമൊക്കെ വരും ഓരോ കോളേഴ്സിന്, ഓരോ നെക്കൊക്കെ മാറുമ്പോൾ. അപ്പോൾ കോളർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ 3/4 ഇഞ്ച് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്, 1/2 ഇഞ്ച് ഷോൾഡർ ഡ്രോപ്പും കൊടുക്കുന്നുണ്ട്. അത് ഓരോരാളുടെ ശരീരപ്രകൃതി അനുസരിച്ചൊക്കെ നമുക്ക് ഷോൾഡർ ഡ്രോപ്പ് കൊടുക്കുന്നത് കൂട്ടാനും കുറക്കാനും ചെയ്യാനുണ്ട്. അപ്പം മിനിമം എന്തായാലും ഒരു 1/2 ഇഞ്ചെങ്കിലും ഷോൾഡർ ഡ്രോപ്പ് കൊടുക്കേണ്ടതാണ് കോളർ കുർത്തി ചെയ്യുന്നത് കൊണ്ട്. അപ്പം നമ്മൾ ബാക്കി ഷേപ്പിൻ്റെ സൈസൊക്കെ നമുക്ക് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഷോൾ കോളറിൻ്റെ കട്ടിങ് വരുന്നത് ക്യാൻവാസിലാണ്. അത് മാത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു കാര്യം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ആം ഹോൾ ഇങ്ങനെ വരച്ചു കൊടുക്കുന്ന സമയത്ത്
നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൻ്റെ താഴത്തേക്ക് ഒരു 1/4 ഇഞ്ച് ഞാനിങ്ങനെ താഴ്ത്തിയിട്ടാണ് എപ്പോഴും ആം ഹോൾ വരച്ച് കൊടുക്കാറുള്ളത്. അതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു പിടുത്തം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യുന്നില്ല, നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. താഴെ ഭാഗം തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ നിന്ന് ഒരു 3-3.5 ഇഞ്ചോളം ഞാൻ ഇങ്ങനെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഡീപ്പായിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഉള്ളിലൊരു ഇന്നർ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് ആദ്യം നമുക്കൊന്ന് നടുകെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് 11.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യം സ്ട്രെയിറ്റ് ആയിട്ടൊരു വി ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് ആ ഒരു വി വരച്ച ലൈനിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ട് പുറത്തേക്ക് 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊരു ജസ്റ്റ് ഒരു കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. നല്ല ഷാർപ്പായിട്ടുള്ള വീനൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് ആ ഒരു ഷേപ്പ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വീനൊക്കെ കുറച്ച് കർവി ആയിട്ടുള്ളതാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മാർക്കിങ്ങിൻ്റെ ആ ഒരു ഷേപ്പ് നെക്ക് ഷേപ്പിനനുസരിച്ചിട്ട് പുറത്തേക്ക് 1 ഇഞ്ച് എക്സ്ട്രാ ഇങ്ങനെ നമ്മൾ ക്യാൻവാസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു പീസ് തുണിയിലേക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പം ഞാൻ തുണിയുടെ മോശം വശത്തേക്ക് ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡിലും ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് തുണി മാത്രം വെച്ചിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന തുണി നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ ഒരു തുണി നമുക്ക് ഞാനിപ്പോൾ ഒരു ഗ്ലൂ വെച്ചിട്ട് ക്യാൻവാസിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അവിടെ സ്റ്റിച്ചിട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റ് കാണുക. ഈ ഒരു ക്യാൻവാസ് എടുത്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടതിന് ശേഷം നല്ല വശത്തേക്ക് ക്യാൻവാസിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു എക്സ്ട്രാ വരുന്ന തുണി നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പാടെ വിട്ട് കൊടുത്തതിന് ശേഷം അതങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ ഒരു പോയിന്റ് വരുന്ന ആ ഒരു സ്ഥലത്തൊക്കെ ചെറിയൊരു കട്ട് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് കട്ടിട്ട് എടുത്തിട്ട് ഈ ക്യാൻവാസ് ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുത്തിട്ട് നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തിരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും 1/2 ഇഞ്ച് നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു നെക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ നെക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫുൾ നെക്ക് റൗണ്ട് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. ടേപ്പ് വലിച്ചൊന്നും പിടിക്കാണ്ട് ഇങ്ങനെ വെച്ച് പോയിട്ട് അളവ് ഫുള്ളായിട്ടൊന്ന് അളന്നെടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത് 15.25 ഒക്കെയാണ്. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ മൈൻഡിൽ വെക്കുക. പിന്നെ ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ അളവും കൂടി ഒന്ന് അളന്നെടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഒരു 3.25 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 2 അളവ് വെച്ചിട്ട് കോളറിൻ്റെ കട്ടിങ് നോക്കാം. അപ്പോൾ കോളർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നീളത്തിലുള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഫോൾഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നെക്ക് മെഷർ ചെയ്തത് ഫോൾഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലേ, അപ്പോൾ ക്യാൻവാസ് ഫോൾഡ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ആദ്യം ഒന്ന് നമ്മൾ എഡ്ജസ് ഒന്ന് ഇവണാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിൽ നിന്ന് താഴത്തേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതും നമുക്കൊരു ലൈൻ ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഫോൾഡ് വരുന്ന സൈഡിൽ നിന്ന് നമ്മൾ ബാക്ക് നെക്ക് മെഷർ ചെയ്ത് എടുത്തിരുന്നില്ലേ, അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് 3.25 ഇഞ്ചായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു 3.25 ഇഞ്ച് ഈ ഫോൾഡ് വരുന്ന സൈഡിൽ നിന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് മുകളിലും താഴെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ 3.25 ഇഞ്ചിൻ്റെ അവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക്
താഴത്ത് നിന്ന് നമ്മുടെ കോളറിൻ്റെ താഴത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫുൾ നെക്ക് റൗണ്ട് മെഷർ ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരളവ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്ക് 15.25 കിട്ടിയിരുന്നത്. അപ്പോൾ ഞാനിവിടെ 15.5 15.25 മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഈ ഒരു 3.5 മാർക്ക് ചെയ്ത ലൈനിലേക്ക് ചെരിച്ച് വരച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ചെരിച്ച് വരച്ച ലൈനിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടതിന് ശേഷം 1/2 ഇഞ്ച് ഇങ്ങനെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊരു കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. നമ്മൾ ഫ്രണ്ട് നെക്ക് കർവ് ഷേപ്പിലല്ലേ കൊടുത്തത്, അതുകൊണ്ട് ഇങ്ങനെ കർവ് ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു മുകൾ ഭാഗം ഇങ്ങനെ ടാപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മെഷർ ചെയ്ത് നോക്കാം. നമുക്ക് ആ ഒരു ഫുൾ നെക്ക് റൗണ്ട് തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ആ ഒരു താഴത്തെ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി വെച്ച് നോക്കിയാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നിവർത്തി കൊടുക്കുമ്പം ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുക. ഇനി നമുക്ക് 2 പീസ് തുണി എടുത്തതിന് ശേഷം ഈ ഒരു ക്യാൻവാസിൻ്റെ ആ ഒരു ഷൈനിങ് വരുന്ന ഭാഗം നമ്മുടെ തുണിയുടെ ഉൾവശത്തേക്കായിട്ട് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാൻവാസിൻ്റെ 2 സൈഡിലും 1/2 ഇഞ്ച് തുണി മാത്രം വെച്ച് കൊടുത്തിട്ട് ബാക്കി എക്സ്ട്രാ വന്ന തുണികളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ 2 പീസ് തുണിയാണുള്ളത്. നല്ല വശം ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ ഈ ഒരു ആർച്ച് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസിൻ്റെ അരികുവശം ചേർത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിനെ കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം വരെ വീഡിയോ കണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് വരുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ക്യാൻവാസ് വെച്ചതുകൊണ്ട് നമുക്ക് എഡ്ജസ് ഒക്കെ നല്ല ഷാർപ്പായിട്ട് തന്നെ മറിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രസ് സ്റ്റിച്ച് ആദ്യം കൊടുക്കാം. ഞാനിപ്പം തൽക്കാലം പ്രസ് സ്റ്റിച്ച് ഒന്നും കൊടുക്കുന്നില്ല. ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കോളറിൻ്റെ സെൻറ്റർ പോയിന്റ് ആദ്യം ഒന്ന് നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടോപ്പിൽ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ പോയിന്റും ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു 2 സെൻറ്റർ പോയിന്റ്സ് തമ്മിൽ കൂട്ടി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ ടോപ്പിൻ്റെ ഉൾവശത്താണ് വെച്ച് കൊടുക്കുന്നത്, നല്ല ഭാഗത്തല്ല. ഉൾവശത്താണ് കോളർ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ക്യാൻവാസ് വരുന്ന ഭാഗമല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ക്യാൻവാസ് ഇല്ലാത്ത ആ ഒരു ഭാഗമാണ് നമ്മുടെ ടോപ്പിൻ്റെ ഉൾവശത്ത് ഈ ഒരു സെൻറ്റർ നോട്ട്സിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ വിട്ടിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ആ ഒരു 2 ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു സ്റ്റിച്ച് വരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ അപ്പുറം ഇപ്പുറവും നിർത്താൻ പാടില്ല. കറക്റ്റ് ആ ഒരു സ്റ്റിച്ച് വരുന്ന രീതിക്ക് തന്നെ നിൽക്കണം. അതിന് ശേഷം നമുക്ക് അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ബാക്ക് നെക്കിൻ്റെ അവിടെ മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ, ഫ്രണ്ടിലേക്ക് പോയിട്ടില്ല. ഈ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗം വരെ. ഇനി നമുക്ക് ഈ ഒരു മറ്റേ ഭാഗം കൂടി ഇതുപോലെ അതോട് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ആ സ്റ്റിച്ചിട്ട ആ ഒരു ഭാഗത്ത് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. നമുക്കത് കോളറ് കറക്റ്റായിട്ട് തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു 2 തുണിയും ചേർത്ത് പിടിച്ചിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു മറ്റേ ക്യാൻവാസ് വരുന്ന ഭാഗത്തെ തുണി മറിച്ചിട്ട് എടുക്കാൻ കുറച്ചൊരു പാട് വരും. അതുകൊണ്ട് 2 കൂട്ടി പിടിച്ചിട്ട് ആ സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ക്യാൻവാസ് വരുന്ന ആ ഒരു ഭാഗത്തെ തുണിക്ക് 1/2 ഇഞ്ച് ക്യാൻവാസിൻ്റെ ആ ഒരു എഡ്ജ് വരുന്ന രീതിക്ക് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ബാക്കിൽ ആ ഒരു നമ്മളിപ്പം കൊടുത്ത ആ ഒരു സ്റ്റിച്ച് ഉള്ളിലായി കവർ ചെയ്ത് വരുന്ന രീതിക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ കട്ടിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു 1/2 ഇഞ്ച് മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് മടക്കി പിടിച്ച് തയ്ക്കാനുണ്ടാവുള്ളൂ. ബാക്കി 2 സൈഡിലുള്ള തയ്യൽ തുമ്പ് ഇങ്ങനെ പുറത്തേക്ക് തന്നെ നിൽക്കണം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ട് നെക്കിലേക്ക് വരാം. ഞാനിപ്പോൾ ഇവിടെ അതൊരു പിന്ന് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാക്കിയുള്ള ആ ഒരു കോളർ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫ്രണ്ട് നെക്കിലേക്ക് ഫ്രണ്ട് നെക്കിൻ്റെ അടിയിലേക്ക് ഈ ഒരു 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഉണ്ടാവും. ആ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഉള്ളിൽ ചെറിയൊരു തയ്യൽ തുമ്പ് ഇപ്പോൾ എല്ലാം ആ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഉണ്ടാവും. അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് നെക്ക് ആദ്യമേ ഫിനിഷ് ചെയ്യാതിരിക്കുക. എന്നിട്ട് നമ്മൾ നോർമലി കോളറൊക്കെ വെച്ച് കൊടുക്കില്ലേ, ഇപ്പോൾ ബാക്ക് നെക്ക് ചെയ്തെടുത്തതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ തയ്യൽ തുമ്പ് ഉണ്ടാവില്ല പുറത്തേക്ക്. പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിച്ചു തരുന്നത്. ഞാൻ മുന്നേ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഈ സെയിം മോഡൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് ക്യാൻവാസിലെ കട്ടിങ് ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്യാൻവാസിൽ കട്ട് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം അത് ക്ലിയർ ആയോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ സ്റ്റിച്ചിങ് കഴിയുമ്പോഴേക്കും നമ്മുടെ നെക്ക് ഇതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്നിങ്ങനെ മടക്കി വെക്കുമ്പം നമ്മുടെ കോളർ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് പോക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. 2 സൈഡിലേക്കും പോക്കറ്റ് കൊടുക്കുന്നത് കൊണ്ട് 4 പീസ് തുണി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 11 ഇഞ്ചും ലെങ്ത്ത് 6 ഇഞ്ചുമാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത് കുറച്ച് വിഡ്ത്ത് കൂടുതലാണ്. അപ്പം നമുക്ക് നോർമലായിട്ടൊരു 11 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ചും പിന്നെ 6 7 ഇഞ്ച് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂടിയ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 6 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെയും മാർക്ക് ചെയ്ത് കൊടുക്കാമേ. അതിൽ കൂടുതൽ മാർക്ക് ചെയ്യേണ്ട. എന്നിട്ട് ഈ ഒരു 2 പോയിന്റിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ പോക്കറ്റിൻ്റെ തയ്യൽ തുമ്പ് വരുന്നത്. എന്നിട്ട് ഈ ഒരു മാർക്കിങ് ബാക്കിയുള്ള 4 പീസ് തുണിയിലേക്കും ഞാനൊന്ന് ആദ്യം മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ പോക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ് പോയിന്റും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് പോക്കറ്റിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കാം. താഴത്തേക്ക് ഒരു കർവായിട്ട് നമ്മുടെ പോക്കറ്റിൻ്റെ ഷേപ്പ് ഏത് രീതിക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മുകൾ ഭാഗം ഷേപ്പാക്കി കൊടുത്തിട്ടില്ല. പക്ഷെ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് പിന്നെ ഞാനത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ആ ഒരു മുകൾ ഭാഗം ഇങ്ങനെ റൗണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഒരു എന്താ പറയുക, ഒരു സഞ്ചി പോലെ നമുക്ക് ആക്കിയെടുക്കാമേ. ഈ ഒരു മെത്തേഡിൽ പോക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതെനിക്ക് കുറച്ചൊരു പാടായിട്ട് തോന്നി. ഇതിനെക്കാട്ടിലും ഈസി ആയിട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കാർട്ടിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് പോയി കണ്ടു നോക്ക്. ഞാൻ ദേ ഇവിടെ പോക്കറ്റിൻ്റെ ആ ഒരു വിഡ്ത്തൊക്കെ ഈ സമയത്ത് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു ഏകദേശം ഒരു 6 7 ഇഞ്ച് മാത്രമേ നമ്മുടെ തുണിക്ക് വീതി വരൂലേ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടോപ്പ് എടുത്തിട്ട് ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് ഒരു 14 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് 5.5 ഇഞ്ച് നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പണിങ് എത്രയാണോ കൊടുക്കുന്നത് വെച്ചാൽ അതും മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു ലൈനിൽ നിന്ന് പുറത്തേക്ക് 1/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഷേപ്പ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഷേപ്പ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത ലൈനിലേക്കാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ അളവുകളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തെടുക്കേണ്ടത്. എന്നിട്ട് 1/2 ഇഞ്ച് നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പ് അവിടെ ഇട്ട് കൊടുത്തിട്ട് ഈ നമ്മൾ പോക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും പോയിന്റ് കൊടുത്തിട്ടില്ലേ, ആ ഒരു ഭാഗത്തെ തയ്യൽ തുമ്പ് എക്സ്ട്രാ വരുന്നത് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിതൊന്ന് അങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പോക്കറ്റ് ആദ്യം കട്ട് ചെയ്തെടുത്തത് അതിൻ്റെ ആ ഒരു മാർക്കിങ് വരുന്ന ഭാഗം ഇതുപോലെ നേരെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട്
നമുക്കതൊന്നാദ്യം ആ ലൈനിൽ മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയൊരു കട്ട് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം നമുക്കൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പോക്കറ്റിൻ്റെ മറ്റേ ഭാഗം എടുത്തിട്ട് ആ ഉൾവശവും ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് പോക്കറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് പോക്കറ്റിൻ്റെ ഉൾവശത്തേക്കാണ് പോവുക. അപ്പോൾ ഞാൻ ഇവിടുത്തെ പോക്കറ്റിന് ഇതുപോലെ ഒരു ഷേപ്പ് മുകൾ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടല്ല വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളതൊന്ന് അരയിഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മളിപ്പം ഒരു പീസ് വെച്ച് കൊടുത്തിട്ടില്ലേ, അവിടെയും നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ കട്ടിട്ട് കൊടുക്കണം. എന്നെങ്കിലേ അതിൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് പുറത്തേക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ആദ്യം മറിച്ചിടുന്ന സമയത്ത് അവിടെ കട്ടിട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി കട്ടിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇപ്പം മറിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മുടെ പോക്കറ്റ് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുമ്പം വരിക. ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റ് മുകളിലേക്കായിട്ട് നമ്മുടെ ആ ഒരു ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പ് ഇപ്പം ബാക്കിൽ രണ്ടാമത്തെ തുണി വെച്ച് കൊടുത്തിട്ടില്ലേ, അവിടെ മാത്രമേ സ്റ്റിച്ച് വരാൻ പാടുള്ളൂ. ഈ ഒരു ആദ്യം വെച്ച പീസിൻ്റെ മുകളിലത്തെ ഭാഗത്ത് സ്റ്റിച്ച് കൊള്ളാണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയൊന്നുമില്ല, നമ്മുടെ നോർമലി ഷേപ്പ് ജോയിൻ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാമേ. അപ്പോൾ അതാ പോക്കറ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം മറിച്ചിട്ട് നോക്കുമ്പം നമുക്ക് നന്നായിട്ട് തന്നെ പോക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ചാൽ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഞാൻ അവിടെ ഇന്നർ ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു വൈറ്റ് പീസ് അവിടെ നെക്കിൻ്റെ അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. പോക്കറ്റും ഒക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.